കാണാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ചുരുക്കപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ശരീരത്തിന്റെ അതിർത്തിക്കുള്ളിൽ. കണ്ണിന്റെ അതിർത്തിയിൽ കാഴ്ച ചുരുക്കപ്പെട്ടും, ചെവിയുടെ അതിർത്തിയിൽ കേൾവി പരിമിതപ്പെട്ടും, അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇതുണ്ട്, അതിർത്തി ഉണ്ട് നമുക്ക്. ആ പരിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ പരിധിയിൽ നിൽക്കുന്ന മനുഷ്യൻ മറ്റേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന് ഇത് കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവൻ ഈ കഷ്ടപ്പെടുന്നത്. അപ്പൊ അവനെന്താ ഇതറിയാവുന്നതാണെന്ന് വെച്ചിട്ട് ഒരാളെ വിളിക്കുന്നു. അയാളെ വിളിക്കുമ്പോൾ അയാള് കപടനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ല. പറ്റാത്തതാണ് ഇപ്പോഴും ഈ പറയുന്ന പോലെ കണ്ടമാനായിട്ടുള്ള ആളുകൾ തയ്ച്ചു വളരുന്നതും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാറില്ല, തീരത്തില്ല. കാരണം എന്താണ്, നമുക്ക് പറയില്ലേ ചങ്ക് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ പറയില്ലേ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ആളുകളല്ലേ, അവര് വിശ്വസിപ്പിക്കണം. ഏറ്റവും മനോഹരമായിട്ട് പരസ്യം ചെയ്യുന്നവൻ ഏറ്റവും മനോഹരമായിട്ട് സാധനങ്ങൾ വിറ്റഴിക്കും, പ്രൊഡക്റ്റ് വിറ്റഴിക്കും, കാശുണ്ടാക്കും. ഇതുപോലെ പാറ്റേൺ മാറില്ല, പ്രവർത്തനങ്ങളുടെ പാറ്റേൺ മാറുന്നില്ല. എന്നാൽ സ്ഥലങ്ങളും സ്ഥാനങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ സോപ്പ് വിൽക്കുന്ന പോലെ തന്നെയായിരിക്കും അവിടെ ഈ ആത്മീയത വിൽക്കുന്നത്. അതിനോട് കൂടി അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇപ്പം ഭൂമിക്ക് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഒരു ബാറ്ററി എടുക്കുകയാണെങ്കിൽ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. ഇനിയിപ്പോ മനുഷ്യന്മാർക്കാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇതുപോലെ ശക്തികൾ, അഥവാ ഇപ്പൊ നേരത്തെ പറഞ്ഞ കോസ്മിക് എനർജി ആയിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു സോക്കോൾഡ് ദൈവം എന്ന് നമ്മൾ പറയുന്ന എനർജികൾ പറയുകയാണെങ്കിലും, അതിലിപ്പോ പോസിറ്റീവ് എന്ന് പറയുന്ന ദൈവങ്ങളെയാണ് നമ്മൾ പൊതുവെ എല്ലാവരും വൈകുന്നേരം നമ്മൾ നാമം ജപിക്കുന്നതായാലും, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതായാലും, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ക്രിസ്ത്യാനികള് ധ്യാനം കൂടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും, അതുപോലെ അതിന്റെ ഒരു വേഴ്സ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പവർ അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, നെഗറ്റീവ് ആയിട്ട് ഒരു എനർജി ഉണ്ടെന്നുള്ളത് ഇല്ല, അങ്ങനത്തെ ഒരു ചിന്തയില്ല. കാരണം നമ്മൾ പറയില്ലേ ഊർജ്ജം നഗ്നോന്ന് പറയാം. നഗ്നം വെച്ചാൽ ശുദ്ധം എന്ന് പറഞ്ഞാൽ ശുദ്ധം എന്നുള്ള വീടുള്ളതാണ്. നഗ്നം വെച്ചാൽ തോന്നെടുക്കുന്നുണ്ടാവും. പക്ഷെ വെച്ചാല് ഊർജം എന്ന് പറയുന്നത് മറ്റേ ഈ പറയുന്ന പോലെ ഒരു സാധനവും പറ്റാത്ത ഒരു ഐറ്റമാണ്. മറ്റേ ഗീതയിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന ഊർജ്ജം നനക്കാൻ പറ്റില്ല, മുറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പോലെ. അതിന് പക്ഷെ മുറിക്കാൻ പറ്റില്ല, നനയ്ക്കാൻ പറ്റില്ല എന്നൊന്നല്ല. ഊർജ്ജത്തിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒരു പക്ഷപാതം. ഇത് ക്യാരി ചെയ്യുന്നത് ആരോ അതുപോലെയോ ഊർജ്ജം. ഊർജ്ജം ഒരു വെള്ളം പോലെ വാട്ടർ പോലെ പൂജയില വെച്ച് പൂജയുടെ ഷേപ്പ് മറ്റേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോ ഈ പറയുന്ന നെഗറ്റീവ് ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കിയത് ശരി തെറ്റ് അല്ലെങ്കിൽ ഇത് അങ്ങനെ ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കിയത് ശരിക്കും സെമിറ്റിക് മതങ്ങളിലാണ് ഇങ്ങനത്തെ ദ്വന്ദ്ങ്ങൾ മനുഷ്യന്മാരെ ഉണ്ടാക്കിയതാണ്. ആമാ, പിന്നെ ഇതൊക്കെ മനുഷ്യന്മാര് ഊർജ്ജത്തിന് മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യ കണ്ടെത്തിയതിന് പേരിട്ട് പിടിച്ചും കഥകളിലൂടെ ആളുകളെ ധരിപ്പിച്ചും വിശ്വസിപ്പിച്ചും അവരുടെ ആൾക്കാരായിട്ട് പറ്റം ചേർത്തും ഒക്കെയാണ് മതങ്ങൾ ഉണ്ടായതും. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമൂർത്തമായി കിടക്കുന്ന ഒരു ഊർജ്ജത്തിന് മൂർത്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ച മനുഷ്യനാണ്. കാരണം പട്ടിക്കും പൂച്ചയ്ക്കും ദൈവമില്ല എന്ന് പറയില്ലേ, പട്ടിക്കും പൂച്ചയ്ക്കും ദൈവമില്ല, പക്ഷെ ഊർജ്ജം ഉണ്ടെന്നേ പട്ടിക്കും പൂച്ച നയിക്കുന്നത്. അതെങ്ങനെയില്ലാന്ന് പറയാൻ പറ്റും? പട്ടിക്ക് പൂച്ചയ്ക്കും ദൈവത്തിന് ആഗ്രഹമില്ല. നിങ്ങൾ കുമ്പിട്ടാലും കുമ്പിട്ടില്ലാലും ഇവിടെ നടക്കേണ്ട കാര്യങ്ങളോട് നടക്കും. ദൈവത്തിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഞാൻ എന്തോ ഒരു സാധനം കണ്ടു, എന്തൊന്ന് ദൈവത്തിനെ വിളിച്ചിട്ട് ദൈവം കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം. ദൈവത്തിനെ വിളിച്ച ഒരു അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ കണ്ണോട്ട് കൈയോട്ട് വിളിച്ചിട്ടും ദൈവം കേട്ടില്ല, കരഞ്ഞു വിളിച്ചിട്ടും കേട്ടില്ല, എനിക്ക് എങ്ങനെയൊക്കെ പറ്റി? ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ കേൾക്കാനിരിക്കുന്ന ഒരാളാണെന്ന് ആരാണ് നിങ്ങളെ ധരിപ്പിച്ചത്? അവരോട് ഈ പ്രശ്നം വേണം. ദൈവം എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രാർത്ഥിക്കും, എന്നിൽ അഭയം പ്രാപിക്കുന്ന ഏതെങ്കിലും ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ ആൾക്കാരെന്ന് പറയുന്നവരല്ലേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഇപ്പൊ ദൈവം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടോ? ഞാൻ കുറച്ചും കൂടെ ഒരു ഓഫ് ടോപ്പിക് ചോദ്യം ചോദിക്കാം. ഇപ്പം മതങ്ങളെ ഇപ്പം ഞാനിപ്പോ ഈ ഒരു മതത്തിൽ നിന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ ജനിക്കുന്ന ഫാക്ടറാണ്. ഞാനിപ്പോ ചിലപ്പോ കുറച്ച് അപ്പുറത്തെ ഒരു ഉമ്മാന്റെ വീട്ടിലാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ആയി. പക്ഷെ ഇപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. അതായത് ഇത്രാമത്തെ വയസ്സിൽ അവരെ ഇതാക്കണം, മറ്റേ പള്ളിയിൽ പോയിട്ട് അല്ല മറ്റേ ഇതിനകത്ത് മുക്കില്ലേ, അതെ അതെ ബാപ്റ്റിസം ചെയ്യണം. അപ്പൊ മുസ്ലിംസ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ എക്സ്ട്രീം ആണ്.
സുന്നത്ത് ചെയ്യണം. സുന്നത്തുണ്ട്. അപ്പോ പിന്നെ ഹിന്ദുസ് എന്ന് പറയുമ്പോ അങ്ങനെ എടുത്തില്ല, പക്ഷെ ഡിപ്പെൻസ് ഓൺ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് വലിയ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ പൂണൂല് ഇടുന്ന ഒരു പ്രായമാകുമ്പോ അങ്ങനെയുള്ള പലതും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് ഈ ജനിക്കുമ്പോ തന്നെ ഒരു കുട്ടി ഒരു 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 പർട്ടിക്കുലർ മതം സ്വീകരിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബുദ്ധി വയ്ക്കുന്ന കാലത്ത് കുട്ടി സ്വമേധയാ ഞാൻ ഈ ഒരു മതത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നത്, അങ്ങനെ ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റും? അല്ല അത് വെച്ചാലേ അതിലൊരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തില് നമ്മൾ വിചാരിക്കുന്ന പോലെ ആത്മീയതല്ല. ബേസിക്കലി മതം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ഒരു സമ്പ്രദായത്തില് അല്ലെങ്കിൽ ഒരു ശൈലിയില് ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്ന കുറെ ആക്ടിവിറ്റികളും നോംസും അതാണ് മതം. ആത്മീയത എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഇതാണ്, ബോക്സ് ആണ്. അത് എക്സ്പ്ലോർ ചെയ്യാന്നല്ല, റിലീജിയസ് അല്ല സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഒറ്റ സാധന. നേരത്തെ നമ്മൾ പറഞ്ഞ ഊർജം ഇങ്ങനെ പരന്നെടുക്കുന്ന ദൈവത്തെ പോലെ, ഊർജമായി പരന്നെടുക്കുന്ന ഊർജത്തെ പോലെ സ്പിരിച്വാലിറ്റി എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു പോക്ക് പോലെയാണ് പ്രയാണം. അങ്ങനൊന്നും ഇല്ലതില്. ഇത് വെറുതെ ആൾക്കാർ പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസിൽ അവർ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. ഇതിനെ ഫാസ്റ്റ് ആയിട്ട് എടുക്കണം, ആർക്ക് വേണേലും അതെടുക്കാം. ഇതിപ്പോ എന്റെ അവകാശ സ്വത്വമൊന്നല്ല അവിടെ എടുക്കുന്നത്. അപ്പനും അത് എടുക്കാം. അപ്പൊ എങ്ങനെയാണോ എടുക്കുന്നത്, അപ്പൊ കൈ കൊണ്ടു പോരുന്നെങ്കിൽ കൈയുടെ ഷേപ്പിൽ അത് വരും. ഞാനത് വരുന്നത് എങ്ങനെയാണോ അതിന്റെ ഇതിൽ എനിക്ക് കിട്ടും. ഇതില് മതത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മതമായിക്കോട്ടെ ജാതികളായിക്കോട്ടെ പ്രാക്ടീസാണ്, പ്രവൃത്തികളാണ്, ആചാരമാണ് മതം, ആചരണമാണ്. അപ്പൊ ഈ ആചരണങ്ങൾ എന്തിനാണ്? ഈ മതത്തിന്റെ ആളായിട്ട് നിലനിർത്താനാണ്. അപ്പൊ ഈ മതത്തിന് ഒരു മതം, ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം ഇല്ല ബേസിക്കലി. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഹിന്ദു അല്ല ഇൻഡസ് വാലിയുടെ സിവിലൈസേഷൻ ആളുകളെ വിളിക്കുന്ന പല കാലങ്ങളിലായിട്ട് പല പുറത്തുനിന്നുള്ള ആൾക്കാർ ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നവരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനമായിട്ട് കൊടുത്തു. അതല്ല ഞാൻ പറഞ്ഞു, മതം എന്ന് പറയുന്നത് ഇത്രയും കൂടുതൽ ജാതി ഉപജാതികളാല് നിറഞ്ഞു കിടക്കുന്ന ഒരു സമൂഹം. എന്നാൽ പൊതുവായിട്ട് ചില കാര്യങ്ങളിൽ ഇവർക്ക് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ടിവിറ്റി ഉണ്ട്, ചില വിശ്വാസങ്ങളുടെ അതായത്. അപ്പൊ ഇവരെന്താണ് മറ്റേ പറയുന്ന പോലെ എല്ലാം കൂടി കൂട്ടിക്കെട്ടിയിട്ടൊരു മതം എന്ന സമ്പ്രദായത്തിൽ ഇംഗ്ലീഷുകാരൻ സെൻസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചപ്പോ കൂട്ടായിട്ട് പിടിച്ച് ഉണ്ടാക്കിയാണ്. അപ്പൊ അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പല തരത്തിലുള്ള പല ജാതിയിലുള്ള ആചരണങ്ങൾ പാലിക്കും. അപ്പൊ ഒരു തൊഴിലിടങ്ങളാണ് ജാതിയുടെ നിർമ്മിച്ചെന്നുള്ള പറയുന്നത്. തൊഴിലുകൾ ഒരേ തൊഴിലെടുക്കുന്ന ആളുകള്, അപ്പൊ ഒരു ജാതിയിൽ തന്നെ 2-3 തരം തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്. ഒരു മറ്റേ വൈദ്യം ചെയ്യുന്നവരുണ്ടാവും, അധ്യാപനം ചെയ്യുന്നവരുണ്ടാവും, അതേസമയം ഒരു തെങ്ങേറി ചെത്തനുണ്ടാവും. ഒരു ജാതിയായി. അപ്പൊ ആ ഒരു ജാതി തന്നെ ഇങ്ങനെ 3 തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന തൊഴിലനുസരിച്ച് എന്തായി ആചാരങ്ങളിൽ മാറ്റം വരും. ഒരു ജാതി തന്നെ ഉപജാതികളിൽ കീഴ്ജാതികളും മേൽജാതികളും ഉണ്ട്. ആലോചിക്കുക. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ആചാരങ്ങൾ ഒരു എല്ലെടുത്തിട്ട് അങ്ങോട്ട് വെക്കുന്നത് പകരം ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ജാതി മാറിയുന്നു. ആചാരപരമായിട്ടാണ് ഈ ജാതി എടുക്കുന്നത്, വ്യത്യാസങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ മതവ്യത്യാസങ്ങൾ എടുക്കുന്നത്. കുർബാനയാണ് പള്ളിയില്, ക്രിസ്ത്യൻ പള്ളികളില്. അമ്പലത്തില് രാവിലെ പോയിട്ട് പൂജയാണ്. മറ്റേ മുസ്ലിം പള്ളിയിൽ എന്താണ് മറ്റേ 5 നേരം നിസ്കാരമാണ്. അപ്പൊ 3 തരത്തിലുള്ള ആചാരമായി. ആചാരങ്ങളാണ് ഇപ്പൊ പറയില്ലേ മതങ്ങളുടെ എല്ലാ സാരം ഒന്നാണ്. അല്ല, മതങ്ങളുടെ സാരമല്ല ഒന്ന്. മതത്തിലേക്ക് ഇംപ്ലേ ചെയ്ത് വെച്ചേക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കാലത്ത് ഈ മതങ്ങളായിട്ട് കൊണ്ടുനടക്കണമാര് ബുദ്ധിപൂർവ്വം തിരികെ കയറ്റി വെച്ച ആത്മീയതയാണ് ഒരുപോലെ ഉള്ളത്, മതമല്ല. മതം എപ്പോഴും ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? മതം സെപ്പറേഷൻ തന്നെയാണ്. കാരണം ആചാരം വ്യത്യാസമല്ലേ. നീ മുണ്ട്, ഞാൻ മുണ്ട് വലത്തോട്ട് എടുത്തിരിക്കുന്നു, ഒരു മുസൽമാൻ അടുത്തായിട്ടാണ് കൊടുത്തത്. അതെന്താണ്? ഇതാണ് സെപ്പറേഷൻ. കാരണം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം എന്തിനാണെന്നറിയോ? ഇപ്പൊ പൂണൂലുള്ള കാര്യം പറഞ്ഞില്ലേ, പൂണൂലെന്തിനാണ്? സെപ്പറേഷനാണ്. ശരിയാ. പണ്ട് അൺടച്ചബിലിറ്റി ഫാക്ടർ പൂണൂലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന പൂണൂല് മറ്റേ വേറെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ബേസിക്കലി ഈ സാധനം എന്താണ്? സെപ്പറേഷൻ ആക്കുള്ളൂ. കാരണം എന്താണ്? അങ്ങനത്തെ ഇതായിട്ട് ഇപ്പൊ നമ്മൾ കുറിയിട്ട് നടക്കും. ഇതൊരു സെപ്പറേഷൻ മാർക്കാണ്. തൊപ്പിയിട്ട് നടക്കുന്നവനല്ല, ഞാൻ കുറിയിട്ട് നടക്കുന്നവനാണെന്നുള്ള സെപ്പറേഷൻ മാർക്കാണ്.
ഇങ്ങനെ ഇത് വൈജാത്യമാണ്. കാരണം വെച്ചാൽ വൈജാത്യം വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോട്ടത്തില് മന്ദാരം ഉണ്ടാവും, തുളസി ഉണ്ടാവും, തൃത്താവ് ഉണ്ടാവും, ചെത്തി ഉണ്ടാവും, ചെമ്പരത്തി ഉണ്ടാവും. പക്ഷെ ഇതിന്റെ പേരിൽ അടി കൂടുന്ന ഇപ്പൊ കേരളത്തിൽ നമ്മള് ഉണ്ടോന്ന് ചോദിച്ചാൽ കുറവാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണെന്നല്ല, മനസ്സിൽ ഭീകരമായിട്ട് എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഈ സാധനം ഉണ്ടാവും തീക്ഷ്ണമായിട്ട്.